മാള കുഴൂരിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഴൂർ സ്വദേശി ജോജോയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടത് 6 വയസ്സുകാരൻ ഏബൽ. കൊലപാതകം പ്രകൃതിവിരുദ്ധ പീഡനം എതിർത്തതിനെ തുടർന്നെന്ന് പോലീസ്. അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാന ആക്രമണം. പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ചാലക്കുടിയിലും കൊരട്ടിയിലും ഭീതി പരത്തുന്ന പുലിയെ കണ്ടെത്തുന്നതിന് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന തുടരുന്നു. ചാലക്കുടി പുഴയുടെ ഇരുകരകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന. സംസ്ഥാനത്ത് സ്വർണ്ണവില 70,000-ലേക്ക്. പവന് 1,480 രൂപ വർദ്ധിച്ച് 69,960 രൂപയായി. വാർത്തകൾ വിശദമായി. കുഴൂരിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തെ എതിർത്ത 6 വയസ്സുകാരനെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഴൂർ കൈതാരത്ത് വീട്ടിൽ ജോജോയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. പീഡനശ്രമം അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടിയെ കുളത്തിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയത്. കുഴൂർ മഞ്ഞളി അജീഷിന്റെ മകൻ ഏബലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാമ്പയ്ക്ക നൽകാമെന്ന് പ്രലോഭിപ്പിച്ചാണ് കുട്ടിയെ കുളക്കരയിലേക്ക് കൊണ്ടുപോയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ കാണിച്ചപ്പോ പൊതറി എനിക്ക് ദേഷ്യം കയറിയപ്പോ ഞാൻ പിന്നെയും തട്ടിയിട്ടു പിന്നെയും കയറി വന്നു പിന്നെയും തട്ടിയിട്ടു എന്നിട്ട് ഞാൻ പോയി അവനെന്താ ചെയ്തത്? അപ്പൊ നീ എന്ത് ചെയ്തു? തന്നു പോയിപ്പോ ഞാൻ കണ്ടു പോയി. അപ്പൊ അവന് കൊല്ലാൻ വേണ്ടി 3 പ്രാവശ്യം ഉന്തിട്ടതല്ലേ? അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. മാപ്രാണത്തുകാരൻ ജോഷിയുടെ ഓട്ടോറിക്ഷയാണ് തകർത്തത്. പിള്ളപ്പാറ റേഷൻ കടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കാട്ടാന തകർത്തത്. തുടർച്ചയായ 2ാം ദിവസമാണ് മേഖലയിൽ കാട്ടാനാക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം വെറ്റിലപ്പാറയിൽ ഇറങ്ങിയ കാട്ടാന മധ്യവയസ്കനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായതോടെയാണ് നാട്ടുകാരുടെ പരാതി. ഒരു മാസക്കാലമായി ഭീതി പടർത്തുന്ന പുലിയെ പിടികൂടുന്നതിന് ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും വനം വകുപ്പ് വിപുലമായ തിരച്ചിൽ തുടരുന്നു. പോലീസ്, അഗ്നിശമന സേന എന്നിവയുടെ സഹകരണത്തോടെയാണ് തിരച്ചിൽ തുടരുന്നത്. ഓരോ പ്രദേശത്തും ജനപ്രതിനിധികളും പരിസരത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുള്ള നാട്ടുകാരും സംഘത്തിലുണ്ട്. ചാലക്കുടി പുഴയുടെ ഇടത് വലതുകര പ്രദേശങ്ങളിലാണ് 80ഓളം പേരടങ്ങുന്ന സംഘം തിരച്ചിൽ നടത്തുന്നത്. തോക്ക്, ഷീൽഡ്, റബ്ബർ ബുള്ളറ്റ് തോക്ക്, മയക്കുവെടിക്കുള്ള സിറിഞ്ച് എന്നിവയടക്കം ഹെൽമറ്റ് ധരിച്ചാണ് സംഘം തിരച്ചിൽ നടത്തുന്നത്. 8 പേർ അടങ്ങുന്ന 6 സംഘങ്ങളാണ് വാഴച്ചാൽ ഡിവിഷൻ പരിധിയിൽ ദൌത്യത്തിനുള്ളത്. 7 ഗ്രൂപ്പുകൾ അടങ്ങുന്നതാണ് ചാലക്കുടി മേഖലയിലെ ദൌത്യസേന. ഇരു കേന്ദ്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പ് ഓഫീസിൽ ഇരുന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് മേധാവികൾ പ്രവർത്തനം നിയന്ത്രിക്കും. പുഴ തീരത്തെ കാടുകൾ, തോട്ടങ്ങൾ, ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങൾ എന്നിവ അരിച്ചുപെറുക്കിയാണ് പരിശോധന. സംസ്ഥാനത്ത് സ്വർണ്ണവില 70,000-ലേക്ക്. ഇന്ന് പവന് 1,480 രൂപ കൂടിയതോടെയാണ് സ്വർണ്ണവില പുതിയ റെക്കോർഡ് കുറിച്ചത്. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിന്റെ വില 69,960 രൂപയായി ഉയർന്നു. ഗ്രാമിന് 185 രൂപയാണ് വർദ്ധിച്ചത്. 8,745 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. ഇന്നലെ സ്വർണ്ണവിലയിൽ ഒറ്റയടിക്ക് 2,160 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. CPM-നെ പ്രതി ചേർത്തതും പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെയും വിവരങ്ങളും വായ്പയെടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും പോലീസ് മേധാവിക്ക് കൈമാറും. അതേസമയം കരുവന്നൂരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. 4 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്താത്തതിൽ സിംഗിൾ ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. കേസ് ഫയലുകളെല്ലാം എൻഫോഴ്സ്മെന്റ് എടുത്തുകൊണ്ടു പോയതുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ടു പോകാത്തതെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി. ഈ നിലയിൽ പോയാൽ കേസ് CBIക്ക് കൈമാറേണ്ടി വരുമെന്ന് കോടതി ഇന്നലെ പറഞ്ഞിരുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്കെതിരെയുണ്ടായ RSS ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഓട്ടുപാറ, വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി CPM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP മദനൻ, PN അനിൽകുമാർ, വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം KO വിൻസെന്റ്, PS സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
കരുവന്നൂർ കേസിൽ AC മൊയ്തീൻ MLAയും മുൻ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസും പ്രതിയായതോടെ സാമ്പത്തിക തട്ടിപ്പിൽ CPM ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക് പുറത്തായതായി BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. സഹകാരികളായ പാവപ്പെട്ട ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് നേതാക്കൾക്ക് ധൂർത്തിനും സ്വത്ത് സമ്പാദനത്തിനും വേണ്ടി CPM സഹകരണ ബാങ്കിനെ മറയാക്കി സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന CPM പ്രചാരവേല ഇനി വിലപ്പോവില്ല എന്ന് ഹൈക്കോടതി ഉത്തരവോടുകൂടി പൊതുജനത്തിന് മനസ്സിലായതായും ജസ്റ്റിൻ ജേക്കബ് പ്രസ്താവനയിൽ പറഞ്ഞു. ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ഒരുമനയൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള 1 കോടി രൂപയോളം ലാപ്സാക്കി കളഞ്ഞ LDF ഭരണസമിതി രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയുക, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കാതെ അമിതമായി വാങ്ങിയ പഞ്ചായത്ത് ഹാളിന്റെ വാടക ജനങ്ങൾക്ക് തിരികെ നൽകി മാപ്പ് പറയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF പ്രതിപക്ഷ അംഗങ്ങൾ കമ്മിറ്റി യോഗത്തിൽ ഇറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന നിരാഹാര സമരവും ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ, നസ്ര മുഹമ്മദ്, ആരിഫ ജുഫൈർ, UDF നേതാക്കളായ ഹംസ കടത്തറ, VP അലി, അബ്ദുൽ വഹാബ്, EP കുര്യാക്കോസ്, VA മോഹനൻ, ഹിഷാം കപ്പൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഒറ്റപ്പാലം നഗരസഭയുടെ ബയോ മൈനിംഗിൽ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി. നഗരസഭയുടെ അധീനതയിലുള്ള പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ ബയോ മൈനിംഗ് പ്രവൃത്തിയിലാണ് കോടികളുടെ അഴിമതി ആരോപിക്കുന്നത്. പ്ലാസ്റ്റിക് മണ്ണിട്ട് മൂടുവാനായി മണ്ണ് കൊണ്ടുവന്ന വാഹനങ്ങൾ BJP പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് ASP അച്യുത് അശോക് സംഭവ സ്ഥലത്തെത്തി BJP പ്രവർത്തകരുമായി സംസാരിച്ചു. യാതൊരുവിധ രേഖകളുമില്ലാതെ മണ്ണുമായി വന്ന വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കണമെന്ന് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സ്ഥലത്തെത്തിയ നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വാഹനം കസ്റ്റഡിയിലെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന ആവശ്യത്തിൽ പ്രവർത്തകർ ഉറച്ചുനിന്നു. നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാമെന്ന ഉറപ്പിന്മേലും വില്ലേജ് ഓഫീസർ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി, ജനറൽ സെക്രട്ടറി A സ്വരൂപ്, BJP നേതാക്കളായ K പ്രമോദ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ തടഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചത്. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡിസമൂഹ മഠത്തിൽ പൈങ്കുനി ഉത്രത്തോട് അനുബന്ധിച്ച് തൃക്കൂർ സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ അയ്യപ്പ ലക്ഷാർച്ചന നടന്നു. തുടർന്ന് കലശാഭിഷേകവും അന്നദാനവും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് സമൂഹമഠം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, സെക്രട്ടറി S ശിവരാമകൃഷ്ണൻ, S കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന് ജില്ലയിൽ തുടക്കമായി. 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തെരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. മതിലകം പൊക്ലായി ബീച്ചിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ H സലീം, എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി കച്ചേരിപ്പടിയിൽ വീട്ടുപറമ്പിലെ കിണറിൽ നിന്നും വെള്ളം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകിയത് ആശങ്ക പരത്തി. കച്ചേരിപ്പടി ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപത്തെ കുണ്ടിൽ രമയുടെ വീട്ടുപറമ്പിലെ കിണറിൽ നിന്നും രാവിലെയാണ് വെള്ളം ഉയർന്നത്. കിണറിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയതിനു പുറമെ പറമ്പിൽ പലയിടത്തും ഉറവകൾ രൂപപ്പെട്ട് വെള്ളമൊഴുകുന്ന സ്ഥിതിയുമുണ്ടായി. കിണറിന്റെ ഭിത്തിയിൽ പലയിടത്തായുള്ള വിടവുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. വീടിന് സമീപത്തുള്ള പറമ്പിലാണ് താഴേക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പൈപ്പുകളിൽ ലീക്ക് വന്നതാകാം കിണറിൽ വെള്ളം നിറയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിറഞ്ഞൊഴുകിയ കിണറിൽ നിന്ന് വീട്ടുകാർ ഒരു തവണ മോട്ടോർ അടിച്ച് വെള്ളം നീക്കം ചെയ്തെങ്കിലും പിന്നെയും നിറഞ്ഞു വന്നിരുന്നു. വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പ്രദേശത്താണ്. ഇതിന്റെ ഭൂമിക്കടിയിലൂടെ പോകുന്ന പൈപ്പാണ് പൊട്ടിയതെന്നാണ് നിഗമനം. വിഷു വിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം.
വിഷുവിന് പ്രധാനം വിഷുക്കണിയാണ്. വിഷുനാളിൽ ഏറെ പ്രധാനമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം. ഗുരുവായൂരിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് വിഷുക്കണി ദർശനം. മേൽശാന്തി കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2-ന് മുറിയിൽ കണി കണ്ടതിനു ശേഷം തീർത്ഥക്കുളത്തിൽ കുളിച്ചെത്തി ശ്രീലകവാതിൽ തുറന്ന ഗുരുവായൂരപ്പനെ കണി കാണിക്കും. ഞായറാഴ്ച രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ചേർന്ന് ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കും. ഓട്ടുരുളിയിൽ ഉണക്കല്ലരി, പുതുവസ്ത്രം, ഗ്രന്ഥം, സ്വർണം, വാൽക്കണ്ണാടി, കണിക്കൊന്ന, വെള്ളരി, ചക്ക, മാങ്ങ, പഴങ്ങൾ, നാളികേരം എന്നിവയാണ് കണിക്കോപ്പുകൾ. പുലർച്ചെ മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിക്കും. നാളികേരമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ച ശേഷമാണ് മേൽശാന്തി ഗുരുവായൂരപ്പനെ കണി കാണിക്കുക. തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണ സിംഹാസനത്തിൽ ആലവട്ടം, വെഞ്ചാമരം എന്നിവ കൊണ്ട് അലങ്കരിച്ചു വയ്ക്കും. സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ ഒരുക്കിയ കണിക്കോപ്പുകളും വയ്ക്കും. തുടർന്ന് ഭക്തർക്ക് കണി ദർശനം. ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചതിരിഞ്ഞും കാച്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പുമാണ്. നാട്ടിലെ കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും തേടി വിദ്യാർത്ഥികൾ നടത്തിയ യാത്രയും അന്വേഷണവും ഉൾക്കൊള്ളിച്ച കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. പാവറട്ടി MUA LP സ്കൂൾ വിദ്യാർത്ഥികളാണ് കാവുകളെക്കുറിച്ച് പഠനയാത്ര നടത്തിയത്. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും വിദ്യാലയത്തിന്റെ സഹകരണത്തോടെയാണ് കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചത്. കാവുകളുടെ ചരിത്രവും പ്രാധാന്യവും പ്രമേയമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ നിർവഹിച്ചു. ഡോക്ടർ CT ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. MUA LP സ്കൂൾ പ്രധാനാധ്യാപകൻ ഡൊമിനിക് സാവിയോ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, ജനകീയ ചലച്ചിത്രവേദി ഡയറക്ടർ റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ബ്രഹ്മകുളം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതകത്തിന്റെ വില വർധനയിൽ പ്രതിഷേധിച്ച് അടുപ്പുകൂട്ടി സമരം നടത്തി. ചിറ്റാറ്റുകര പോൾ മാസ്റ്റർ പടിയിൽ നടന്ന പ്രതിഷേധ സമരം അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീബിത ഷാജി ഉദ്ഘാടനം ചെയ്തു. സുനിത വിജയൻ അധ്യക്ഷത വഹിച്ചു. CPM ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി BR സന്തോഷ്, സതി കൃഷ്ണൻ, AS സതീഷ്, CF രാജൻ, ഷൈനി സതീഷ് എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് കണ്ണൂത്ത് റോഡിൽ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിഷു ഈസ്റ്റർ പടക്കച്ചന്തയ്ക്ക് തുടക്കമായി. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ വിഷു ഈസ്റ്റർ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M മണിശങ്കർ അധ്യക്ഷത വഹിച്ചു. PV അലി, MK മൻസൂർ, സൗമ്യ സുഗു, CP ജോൺസൺ, പ്രിൻസ് കൈമടത്തിൽ, മാനേജിംഗ് ഡയറക്ടർ ഇൻചാർജ് ഏഞ്ചൽ ജോൺ എന്നിവർ സംസാരിച്ചു. മായന്നൂർ കാവ് തിരുവുത്സവ താലപ്പൊലി ഞായറാഴ്ച ആഘോഷിക്കും. ഹൈക്കോടതി വിധിയെ തുടർന്ന് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചു. ചിറങ്കരയിൽ മായന്നൂർ ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ച് ആഹ്ലാദം രേഖപ്പെടുത്തി. മായന്നൂർ ദേശകമ്മിറ്റി സെക്രട്ടറി MP വിമൽകുമാർ, ട്രഷറർ P ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. ആളൂർ പഞ്ചായത്തിലെ കർഷകനായ അർജുനന്റെ 2 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ കണിവെള്ളരിക്കയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, വാർഡംഗം UK പ്രഭാകരൻ, കൃഷി ഓഫീസർ ടീന സിമന്തി എന്നിവർ പങ്കെടുത്തു.
രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സമയത്ത് പാചകവാതക വില കൂട്ടി സാധാരണക്കാരെ വെല്ലുവിളിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പഴുവിൽ ഫെറോന കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പൊറത്തൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ ചേർന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫെറോന പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഫെറോന പ്രൊമോട്ടർ ഫാദർ ജോയ് മുരിങ്ങത്തേരി, ഫെറോന സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, ഭാരവാഹികളായ പൈലി ആന്റണി, ജോസഫ് ബിജു, മെജി തോമസ്, ജെസി വർഗീസ്, ജോബി ജോസ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വ്യാജരേഖ ചമച്ച് സാമ്പത്തിക തട്ടിപ്പും തിരിമറിയും നടത്തിയതായി ആരോപിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷമീറ നാസർ, MH റഫീഖ്, MN സലാഹുദ്ദീൻ, അബ്ദുൽ ഹൈ, താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട BRC ഓട്ടിസം സെന്ററിൽ വിഷു ആഘോഷം നടത്തി. BPC സത്യപാലൻ കുട്ടികൾക്ക് വിഷു കൈനീട്ടം നൽകി. സ്പെഷ്യൽ എഡ്യൂക്കേഷന്മാരായ ആതിര രവീന്ദ്രൻ, നിഷ പോൾ, വത്സല സുഗതൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CRCC കോർഡിനേറ്റർമാർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, ഓഫീസ് സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് പുതിയ കഴകക്കാരനെ നിയമിക്കുന്നത് KDRB ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ നൽകി. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നുള്ള ചേർത്തല കളവംകൊടം സ്വദേശിയായ KS അനുരാഗിനെ നിയമിക്കുന്നതിനുള്ള ഉത്തരവിന്റെ കോപ്പി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ദേവസ്വത്തിന് കൈമാറി. അഡ്വൈസ് മെമ്മോ ഇമെയിൽ വഴി അഡ്മിനിസ്ട്രേറ്റർക്ക് ലഭിച്ചതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി സ്ഥിരീകരിച്ചു. അടുത്ത ദിവസം തന്നെ ഭരണസമിതി യോഗം ചേർന്ന് അനുരാഗിന് നിയമന ഉത്തരവ് നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ കൂട്ടിച്ചേർത്തു. നേരത്തെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിയമിച്ചിരുന്ന തിരുവനന്തപുരം മാര്യനാട് സ്വദേശി BA ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമനം. റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാരനും MA കാരനുമായിരുന്ന ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ബാലുവിന് പൊതുവിഭാഗത്തിലായിരുന്നു നിയമനം ലഭിച്ചിരുന്നത്. പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നും വരുന്ന അനുരാഗ് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗം തന്നെയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്നയാൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ പറഞ്ഞു. പുതിയ നിയമനം സംബന്ധിച്ച് ഇതുവരെ ആരും പരാതിയോ അപേക്ഷയോ നൽകിയിട്ടില്ല. പാരമ്പര്യ അവകാശികളെ വെക്കണമെന്നാവശ്യപ്പെട്ട് കാരായ്മക്കാർ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. തോളൂർ എടക്കളത്തൂർ വെറ്റിനറി സബ് സെന്റർ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. തോളൂർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടിവെള്ള ടാങ്ക്, മോട്ടോർ റാമ്പ്, ടോയ്ലറ്റ്, ഡ്രസ് വർക്ക്, ടൈൽ വർക്ക് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജനപ്രതിനിധികളായ VK രഘുനാഥൻ, സരസമ്മ സുബ്രഹ്മണ്യൻ, KR സൈമൺ, ഷീന തോമസ്, ശൈലജ ബാബു, വെറ്റിനറി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ M ഷീന തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല വോളിബോൾ, ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ദേശീയ വോളിബോൾ താരം ആദർശ് ഹരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഓട്ടിസം ബോധവൽക്കരണ ദിനം ആചരിച്ചു. BRC ഹാളിൽ നടന്ന ദിനാചരണം എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. BPC PM മോഹൻ രാജ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, BRC ട്രെയിനർ നീതു സുഭാഷ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KS സുധ എന്നിവർ സംസാരിച്ചു. പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മന ചെയ്ത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി ചെയ്തത്. കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. തെക്കേടത്ത് മന ഡയറക്ടർ KR രഞ്ജിത്ത് അധ്യക്ഷനായി. പാടശേഖര സമിതി പ്രസിഡന്റ് MG സന്തോഷ്, പ്രിയ രഞ്ജിത്ത്, E ചന്ദ്രൻ, PE ബാബു, ഷാജു പുലിക്കോട്ടിൽ, ശശി കുടക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു.
ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ മതിലകത്ത് മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. പടിയൂർ മുഞ്ഞനാട് സ്വദേശി മലയാമ്പള്ളം വീട്ടിൽ മുഹമ്മദ് ബഷീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 2.58 ഗ്രാം MDMA പിടികൂടി. ബഷീർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ അനു ജോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ലഹരിക്കെതിരെ വിമോചന സമരവുമായി തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രി. ലഹരിക്കടിമകളായവരെ വിമോചിപ്പിക്കാനുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഒരുക്കിയാണ് ജില്ലാ സഹകരണ ആശുപത്രി ലഹരിക്കെതിരെ മാതൃകയാകുന്നത്. ലഹരിയിൽ നിന്ന് മുക്തി നേടാനായി ചികിത്സ തേടിയെത്തുന്നവർക്ക് 1 മാസക്കാലം സൗജന്യ ചികിത്സ നൽകുന്നതാണ് പദ്ധതി. ചികിത്സയ്ക്കൊപ്പം കൌൺസിലിംഗ്, സൈക്കോതെറാപ്പി എന്നിവയും സൗജന്യമായി നൽകും. സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹനൻ കുന്നുമിൽ നിർവഹിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും നടത്തുമെന്ന് ജില്ലാ സഹകരണ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ രാമദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൈക്യാട്രിസ്റ്റുമാരായ ഡോക്ടർ വിപിൻ ജോർജ്, ഡോക്ടർ നിതിൻ മുരളി, സൈക്കോളജിസ്റ്റ് ഹണി ചാക്കോ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. $117 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ശാഖ വാടാനപ്പള്ളിയിൽ പ്രവർത്തനമാരംഭിച്ചു. വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മണപ്പുറം ഫിനാൻസ് MDയും CEOയുമായ VP നന്ദകുമാർ നിർവഹിച്ചു. വാടാനപ്പള്ളി CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അറയ്ക്കൽ, ബാങ്ക് ഓഫ് ബറോഡ ജനറൽ മാനേജറും എറണാകുളം സോണൽ മേധാവിയുമായ ശ്രീജിത്ത് കൊട്ടാരത്തിൽ, തൃശൂർ റീജിയണൽ മേധാവി P വിമൽജിത്ത്, മിഡ് കോർപ്പറേറ്റ് ബ്രാഞ്ച് ഹെഡ് S സതീഷ്, ബ്രാഞ്ച് മാനേജർ അജീഷ് തോമസ് എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിൽ ആദ്യ പാസ്ബുക്ക്, ആദ്യ ലോക്കർ കീ, ആദ്യ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ആദ്യ കറണ്ട് അക്കൗണ്ട് എന്നിവ ഉപഭോക്താക്കൾക്ക് കൈമാറി. CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി പച്ചക്കറി വിത്ത് വിതരണം നടത്തി. ഇന്ത്യയിലെ പ്രമുഖ വാണിജ്യ ബാങ്കുകളിലൊന്നായ ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിന്റെ 71.60% ഓഹരിയും കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. 5 ഭൂഖണ്ഡങ്ങളിൽ 17 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 70,000-ലധികം ടച്ച് പോയിന്റുകളിലൂടെ 150 ദശലക്ഷത്തിലധികം വരുന്ന ആഗോള ഉപഭോക്താക്കൾക്ക് അത്യാധുനിക ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ബാങ്ക് സ്തുത്യർഹമായ സേവനം നൽകി വരുന്നു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,745, പവന് 69,960. വെള്ളി ഗ്രാമിന് 105, പ്ലാറ്റിനം ഗ്രാമിന് 3,205 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മാളക്കുഴൂരിൽ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുഴൂർ സ്വദേശി ജോജോയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടത് 6 വയസ്സുകാരൻ ഏബൽ. കൊലപാതകം പ്രകൃതിവിരുദ്ധ പീഡനം എതിർത്തതിനെ തുടർന്നെന്ന് പോലീസ്. അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാന ആക്രമണം. പിള്ളപ്പാറയിൽ കാട്ടാന ഓട്ടോറിക്ഷ തകർത്തു. ചാലക്കുടിയിലും കൊരട്ടിയിലും ഭീതി പരത്തുന്ന പുലിയെ കണ്ടെത്തുന്നതിന് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന തുടരുന്നു. ചാലക്കുടി പുഴയുടെ ഇരുകരകളും കേന്ദ്രീകരിച്ചാണ് പരിശോധന. സംസ്ഥാനത്ത് സ്വർണ്ണവില 70,000-ലേക്ക്. പവന് 1,480 രൂപ വർദ്ധിച്ച് 69,960 രൂപയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.